ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെ കണ്ടെത്താൻ ചർച്ചകൾ സജീവം. ചവറ ഗ്രാമപഞ്ചായത്തിൽ RSPക്കാണ് പ്രസിഡന്റ് സ്ഥാനം. തെക്കുംഭാഗത്ത് CPMന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. നീണ്ടകരയിൽ UDFൽ വീതം വെപ്പിനാണ് സാധ്യത. തേവലക്കരയിൽ കോൺഗ്രസിലെ S അനിലിനാണ് പ്രഥമ പരിഗണന. പന്മനയിൽ 2 പേർ പരിഗണനയിലുണ്ട്. ചവറ ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ അധ്യക്ഷരെ കണ്ടെത്താൻ ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. UDFന് ഭൂരിപക്ഷം ലഭിച്ചത് പന്മന, ചവറ, തേവലക്കര, നീണ്ടകര പഞ്ചായത്തുകളിലാണ്. ഇതിൽ ചവറ, പന്മന, തേവലക്കര, തെക്കുംഭാഗം പഞ്ചായത്തുകളുടെ ഭരണം UDFനായിരുന്നു. തേവലക്കരയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവസാന വർഷം ഭരണം UDFന് നഷ്ടമായിരുന്നു. ചവറയിലും നീണ്ടകരയിലും 1 സീറ്റ് മാത്രമാണ് അധികമുള്ളത്. തെക്കുംഭാഗത്ത് LDFന് 1 സീറ്റാണ് അധികമുള്ളത്. പന്മനയിൽ DCC ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി, പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ എന്നിവരാണ് പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ കോൺഗ്രസ് 2 പേർക്ക് അവസരം നൽകി. അവസാന വർഷം RSP പ്രതിനിധിക്കായിരുന്നു പദവി. വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. തേവലക്കരയിൽ അരുന്നല്ലൂർ വടക്ക് വാർഡിൽ നിന്ന് വിജയിച്ച S അനിലിനെയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ കാരണം അവസാന വർഷം ഭരണം നഷ്ടമാവുകയും RSPക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോവുകയും ചെയ്തു. ചവറയിൽ RSPക്കായിരിക്കും പ്രസിഡന്റ് സ്ഥാനം. കഴിഞ്ഞ തവണ ആദ്യ അവസരം RSPക്കായിരുന്നു, പിന്നീട് കോൺഗ്രസിന് ലഭിച്ചു. ഇത്തവണ വനിതാംഗങ്ങൾ 2 പേരാണ് RSPക്കുള്ളത്. ഇവരിൽ കൊറ്റൻകുളങ്ങരയിൽ നിന്നുള്ള അംബികകുമാരിക്കാണ് മുൻഗണന. തെക്കുംഭാഗത്ത് LDFൽ നിന്നും CPMനായിരിക്കും പ്രസിഡന്റ് സ്ഥാനം. വിജയശ്രീ മംഗളൻ, R ഹരികൃഷ്ണൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. 10 വർഷത്തിനു ശേഷം അവസരം ലഭിച്ച നീണ്ടകരയിൽ UDFൽ നിന്ന് കോൺഗ്രസിന് ആദ്യം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. പുത്തൻതുറയിൽ നിന്ന് വിജയിച്ച ശിവലാലിനായിരിക്കും സാധ്യത. 2 ദിവസത്തിനകം LDF, UDF മുന്നണികൾ ചർച്ച ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ജില്ലാ തലത്തിലും ചർച്ചകൾ സജീവമാണ്. ചവറ, തെക്കുംഭാഗം, നീണ്ടകര പഞ്ചായത്തുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഇരു പാർട്ടികളും സൂക്ഷ്മതയോടെയാകും കൈകാര്യം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, ചവറ.